കേരളത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ച 3 വാക്കുകൾ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. പക്ഷേ കേരളം അത്ര മനോഹരമായതുകൊണ്ട് വന്ന ഒരു ടാഗ് ലൈൻ അല്ല ഇത്. മറിച്ച് കേരള ടൂറിസം ഒരു ബ്രില്യന്റ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തിയപ്പോൾ തെരഞ്ഞെടുത്ത ഒരു ടാഗ് ലൈൻ മാത്രമായിരുന്നു അത്. 80കളിൽ ടൂറിസ്റ്റുകളൊന്നും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമായിരുന്നു കേരളം. അങ്ങനെയിരിക്കെ 1989 കേരള ഗവൺമെന്റ് കേരളം എന്ന സംസ്ഥാനത്തെ മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് അവരൊരു സത്യം തിരിച്ചറിഞ്ഞു. കേരളത്തിലുള്ള പല ഡെസ്റ്റിനേഷനുകളും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ സ്ഥലങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുക എന്നത് ബുദ്ധിയല്ല എന്നവർക്ക് മനസ്സിലായി. അന്ന് അവരെടുത്ത ഒറ്റ തീരുമാനം, അതാണ് കേരളത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ചത്. കേരളത്തിലെ ആയുർവേദ ചികിത്സാ രീതികളും ഇന്ത്യയിൽ മറ്റെങ്ങും കാണാൻ സാധിക്കാത്ത ഉയർന്ന സാക്ഷരതാ നിരക്കും അവർ മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മറ്റൊരു സ്ഥലത്തിനും നിങ്ങൾക്ക് തരാൻ പറ്റാത്ത എക്സ്പീരിയൻസ് കേരളം തരും. അതായിരുന്നു അവരുടെ ഉറപ്പ്. കേരളത്തിലെ ഹൗസ് ബോട്ട് യാത്രകളും ആയുർവേദ ചികിത്സാ രീതികളും കലാരൂപങ്ങളും വിദേശികളെല്ലാം ഏറ്റെടുത്തു. അങ്ങനെ കേരള ടൂറിസം ഒരുപാട് മുന്നോട്ട് പോയി. ഇത്രയും ഗംഭീരമായ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനെ അന്ന് മുന്നിൽ നിന്ന് നയിച്ചത് ഒരൊറ്റ ടാഗ് ലൈൻ ആയിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്.